ഓപ്പറേഷൻ സിന്ദൂറിന് കിട്ടിയ വലിയ തിരിച്ചടിക്ക് ശേഷം അതിൻ്റെ പകരം വീട്ടുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് പാകിസ്ഥാനിലെ പാക് ഫീൽഡറായിട്ടുള്ള മാർഷലും കൂടിയാണ് അസീം മുനീറിനെ ഏതു വിധേനയും ഏത് സാഹചര്യത്തിലും ഇന്ത്യയെ ഒന്ന് തിരിച്ചടിച്ചേ മതിയാകും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഏതാണ്ട് പാകിസ്ഥാന്റെ വലിയ ഒരു വിഭാഗമാണ് അവരുടെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ, ആണവ താവളങ്ങളൊക്കെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. കഴിഞ്ഞ ദിവസം ജിഹാദികളായിട്ടുള്ള മുഴുവൻ ഇസ്ലാമിക മൊല്ലമാരെയും പാകിസ്ഥാൻ സൈനികാസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് അസീം മുനീറിന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേരുന്നതിന് വേണ്ടി. അതായത് എങ്ങനെ ഇന്ത്യക്കിട്ട് തിരിച്ചു പണി കൊടുക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനുമെതിരെ മതപ്രഭാഷണം നടത്താനും ഇവരോട് അസീം മുനീർ ആവശ്യപ്പെട്ടതായി അറിയുന്നു. ഏത് ഭീകരാക്രമണം നിങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചു നോക്കിയാലും വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅയ്ക്ക് ശേഷം പലപ്പോഴും ഇവർ പൊട്ടിത്തെറിക്കാൻ പ്ലാൻ ചെയ്യുന്നതായും പൊട്ടിത്തെറിക്കുന്നതായിട്ടുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ. ആ മതപ്രഭാഷണത്തിലുള്ള ചില ഇവരുടെ വളരെ വാചാലമായിട്ടുള്ള പ്രഭാഷണങ്ങളുണ്ടല്ലോ. സ്വർഗത്തിനു വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, മുസ്ലിമായി നമ്മൾ ജനിച്ചതുകൊണ്ട് തന്നെ ഇസ്ലാമിനു വേണ്ടി, നമ്മളുടെ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടിയൊക്കെ ഇവരിങ്ങനെ ആഹ്വാനം ചെയ്യും. ആ മതപ്രഭാഷണത്തിൽ ആകൃഷ്ടരായി ചില ആളുകൾ കൊല്ലാനും കൊല്ലപ്പെടാനും കാലിൻ്റെ ഇടയ്ക്ക് സാമാനം വെച്ച് ഫിറ്റ് ചെയ്ത് ചിതറിത്തെറിക്കാനും ഇവർ തയ്യാറാകുവാണ്. ഈ ജിഹാദി ഭീകര ഗ്രൂപ്പുകളെ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിനു വേണ്ടി ഒരുക്കുകയാണ് അസീം മുനീറിന്റെ ലക്ഷ്യമെന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇതിനുള്ള മറ്റ് പിന്തുണ അസീം മുനീർ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്താണ് ജിഹാദി മുല്ലമാരുടെ അവരുമൊക്കെയായിട്ടുള്ള അസീം മുനീറിന്റെ യോഗം നടന്നത്. ജിഹാദി ആക്രമണത്തിനു വേണ്ടി ഇവർക്കു വേണ്ടി യുവാക്കളെ നൽകാനും പാകിസ്ഥാൻ സൈന്യം തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ കിട്ടിയ അടിക്ക് പ്രതികാരം ചെയ്യുക വഴി തൻ്റെ സൈനിക ആധിപത്യം പാകിസ്ഥാനിൽ അരക്കിട്ട് ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് അസീം മുനീർ ശ്രമിക്കുന്നത്. ഇന്ത്യയെ പതിവായി ആക്രമിക്കുന്ന ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ഏതാനും ജിഹാദി ഗ്രൂപ്പുകളുടെ നേതാക്കളായ മൊല്ലമാരെയാണ് യോഗത്തിൽ വിളിച്ചു വരുത്തിയത്. പ്രമുഖ ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവായിട്ടുള്ള ഹഫീസ് താഹിർ മഹ്മൂദ് അഷ്റഫിയും കറാച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജമാഅത്തു ദഅവയുടെ നേതാവ് മുഫ്തി അബ്ദുൾ റഹീമും ജാമിയ ഉൽവത്തുൽ ഇസ്ലാമിക് സെമിനാരി അതിൻ്റെ ചാൻസലറായിട്ടുള്ള സയ്യിദ് ജവാദ് നഖ്വിയും ജമാഅത്തുൽ ഉലമ ഇസ്ലാമി സെമിനാരിയുടെ ഹമീദുൽ ഹക്ക് ഹക്കാനി ഇതെല്ലാം ആഗോള ഭീകരവാദത്തിൽ പേരുകേട്ട ഭീകരന്മാരാണ്. ഇവരും സിറിയയിലെ അൽ ഉമ്മ ബുഖാരി ജാമിയത്തുൽ റഷീദ് എന്ന് പറയുന്ന സെമിനാരിയുടെ നേതാവുമൊക്കെ. അതായത് മനസ്സിലായില്ലേ, എവിടെ ചെന്നാലും കള്ളുകുടിയന്മാര് ഷാപ്പ് കണ്ടുപിടിക്കുന്നത് പോലെ ഇവരെവിടെ ചെന്നാലും ഇവരുടെ ആളുകളെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതിനു വേണ്ടി സജ്ജമായ ഒരു സൈന്യത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി സമാന മനസ്കരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ മൂന്നാമത്തെ ജിഹാദി തലമുറയെ വാർത്തെടുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് അസീം മുനീർ ഈ പ്രമേയത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രസ്താവന. ഓപ്പറേഷൻ സിന്ദൂറിൽ പരാജയം കിട്ടിയ ഈ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ, ഇന്ത്യക്ക് നല്ലൊരു പണി കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘടനാ നേതാക്കളെയും കൂട്ടുപിടിച്ചിട്ടാണ് അടുത്ത പദ്ധതി ആവിഷ്കരിക്കാൻ പോകുന്നത്. പാക് അധീന കാശ്മീരിൽ ലഷ്കർ-ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹമാസും ഒക്കെയായി ചേർന്ന് ഇന്ത്യയിൽ ആക്രമണം നടത്താനും പദ്ധതിയിടുന്നതായി ഇസ്രായേൽ തന്നെ ഇന്ത്യക്ക് നൽകുന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കിട്ടിയിട്ടേ ഉള്ളൂ. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുമായും പാകിസ്ഥാൻ ബന്ധം നേരത്തെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയുള്ള നീക്കമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാനെ ആക്രമിക്കേണ്ടതില്ല, പാകിസ്ഥാനെതിരെ ഒന്നും ചെയ്യണ്ട, ഇന്ത്യക്ക് കിട്ടിയത് വാങ്ങിച്ചുകൊണ്ടിരിക്കുക, അടുത്തത് കിട്ടിയാൽ അതും അനുഭവിക്കുക എന്നു പറഞ്ഞിരുന്ന നമ്മുടെ കേരളത്തിലെ തന്നെ പാകിസ്ഥാൻ തീവ്രവാദികളെ നമ്മൾ കണ്ടില്ലേ. അതായത് ഇവിടെ തന്നെയുള്ള ആളുകൾ ഈ രാജ്യത്ത് ജനിച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ പൗരത്വവും പേറിയിട്ട് ഈ രാജ്യത്ത് നിന്ന് കിട്ടുന്ന സകലമാന സ്വാതന്ത്ര്യങ്ങളും മനുഷ്യാവകാശങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട്
ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഇത്തരം തീവ്രവാദികളെ നമ്മൾ തിരിച്ചറിയണം. മുമ്പ് ഇസ്ലാമിസ്റ്റ് സംഘടനകൾ കോഴിക്കോട് നടത്തിയ ഒരു ഹിന്ദു വിരുദ്ധ സെമിനാറിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഫക്ക് ഹിന്ദുത്വ എന്നെഴുതിയ ടീഷർട്ടായിരുന്നു അന്ന് നമ്മൾ ധരിച്ചിരുന്നത്. പണ്ടൊക്കെയായിരുന്നു. പിന്നെ ഇപ്പോൾ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും അപ്പപ്പോ കിട്ടും. ഒരു ഇന്റർനാഷണൽ ലെവലിലെ ഫക്ക് ഇസ്ലാം, ഫ്രീ ഇറാൻ എന്ന് പറയുന്ന ഒരു ടീഷർട്ട് ധരിച്ച വലിയ ഒരു രൂപത്തിലുള്ള ക്യാമ്പയിൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അതാ, ഇതിന്റെ പേരാണ് കൊടുത്തു വാങ്ങുക എന്ന് പറയും. മറ്റേതു മതവിഭാഗങ്ങളെക്കാളും മുസ്ലിങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സംഘർഷാവസ്ഥയ്ക്ക്, ലോകവ്യാപകമായിട്ടുള്ള ബഹിഷ്കരണത്തിന് കാരണം എന്താണ്? വ്യക്തിത്വ പ്രതിസന്ധി ഉണ്ടാകാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ? ആധുനിക കാലത്തെ ഒരു മുസ്ലിം ഒരേ സമയം കപടനായും എന്നാൽ ആധുനിക മനുഷ്യനായിട്ടും ജീവിക്കാൻ തയ്യാറെടുക്കുകയാണ്, നിർബന്ധിതനാകുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമങ്ങൾ ഉൾക്കൊള്ളാൻ അവൻ നിർബന്ധിതനാകുന്നതോടൊപ്പം തന്നെ അവൻ ഒരു ആധുനിക മനുഷ്യനാകാനും പബ്ലിക്കിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഇത്തരം വൈകൃതങ്ങളെ ഒന്നും ന്യായീകരിക്കാൻ അവന് കഴിയാതെയും പോകുന്നു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലിബറൽ സെക്യുലർ ലോകക്രമമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് കല, സ്ത്രീ സ്വാതന്ത്ര്യം, വസ്ത്രധാരണം, ഒരു പെണ്ണ് പെർഫ്യൂം അടിച്ചാൽ അവൾ വേശ്യയാണ് എന്നൊക്കെ തുടങ്ങുന്ന പരാമർശങ്ങളെ ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ടുള്ള സംഘർഷാവസ്ഥയിലുള്ള മാനസികാവസ്ഥയ്ക്ക് അവൻ വിധേയനായി പോകുന്നു. കാരണം ഇതൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ ഇതിനൊന്നുമെതിരെ ഒന്നും പറയാൻ അവന് സാധിക്കാതെ പോകുന്നു. ഇനിയും ആഗോള തീവ്രവാദത്തെ സംബന്ധിച്ചും രാഷ്ട്രീയവൽക്കരണത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു മുംബൈ ഭീകരാക്രമണമുണ്ടല്ലോ, അതിനുശേഷം ഉണ്ടായ നമ്മുടെ നാട്ടിലെ തന്നെ മാറ്റങ്ങൾ, ഇന്ത്യയിലെ മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങളായിരുന്നാലും മതസംഘടനാ നേതാക്കളുടെ മാറ്റങ്ങളായിരുന്നാലും മുസ്ലിങ്ങളെ നിരന്തരമായിട്ടുള്ള പരിണാമത്തിന് വിധേയരാക്കി. ലോകത്തിന്റെ ഏത് കോണിൽ ഒരു ഭീകരാക്രമണം നടന്നാലും, ഒരു സ്ഫോടനമോ ഒരു പൊട്ടിത്തെറിയോ നടന്നാലും അതിൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളായി മാറുന്നത് കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും അതിന് സമാധാനം പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയായി മാറിയിട്ടുണ്ട് ജനാധിപത്യവും ദേശസ്നേഹവും ഒക്കെ തെളിയിക്കേണ്ടുന്നതായ ഒരു സാഹചര്യം. മറ്റേത് പൗരനേക്കാളും ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് തെളിയിക്കേണ്ടി വരുന്നത്, കടുത്ത മാനസിക സംഘർഷാവസ്ഥയിലേക്ക് പോകേണ്ടി വരുന്നത് നമ്മുടെ തന്നെ നാമധാരികളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ്. നമ്മൾ ഇവിടെ ആധുനിക വിദ്യാഭ്യാസം നേരിടുന്നത് എത്ര വലിയ ഭീഷണിയാണ്. ഒരു മുസ്ലിം കുട്ടി മദ്രസയിൽ പഠിക്കുന്നത് നമ്മൾ കുല്ലുക്കും മിൻ ആദം വ ആദമ മിന തുറാബ്, നമ്മളൊക്കെ ആദമിൽ നിന്നാണ്, ആദമാകട്ടെ കളിമണ്ണിൽ നിന്നാണ് എന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ വിപരീതമായിട്ടൊരു എവല്യൂഷൻ തിയറിയാണ് സ്കൂളിലെ പരിണാമത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അവൻ അതാണോ സത്യം, ഇതാണോ സത്യം എന്നറിയാതെ, മതമാണോ ശരി, ശാസ്ത്രമാണോ ശരി എന്നറിയാതെ നിശബ്ദമായി ചിലതിനെയൊക്കെ മിണ്ടാതെ പോകാൻ, നിശബ്ദമായി ഇതൊക്കെ ആവാഹിക്കാൻ അവൻ നിർബന്ധിതരാകുവാണ്. മുസ്ലിം സമുദായം അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ, എതിർഭാഗത്ത് ഇസ്ലാം വരുമ്പോൾ അവർ ഒറ്റക്കെട്ട. സുന്നിയാണെങ്കിലും മുജാഹിദാണെങ്കിലും ജമാഅത്താണെങ്കിലും അഹമ്മദിയ ആണെങ്കിലും ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ആണെങ്കിലും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഇസ്ലാമിക സംഘടനകളെല്ലാം ഇവരിൽ ആരാണ് ശരി എന്നത് രണ്ടാമതാണ്. ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാമിന് പരുക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവരൊക്കെ ഒരൊറ്റക്കെട്ടായിട്ട് നിൽക്കും. സാമുദായിക നേതാക്കളുടെ നിലപാടുകൾ എന്താണോ അത് തന്നെയാണ് തങ്ങളുടെയും നിലപാട് എന്ന രൂപത്തിൽ കാലത്തിനനുസരിച്ചു മാറ്റപ്പെടാത്ത വിശ്വാസങ്ങളിൽ അവരും നിർബന്ധിതരായും തളയ്ക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മതമാനവികതയ്ക്ക് ഒരു കോട്ടവും തട്ടാത്ത രൂപത്തിൽ ഞങ്ങൾ മുറുകെ പിടിച്ചു മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ശരിക്കും പബ്ലിക്കിനോട് അവർക്കൊരു ന്യായീകരണവും പറയാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് അവർ ചെന്നെത്തുവാണ്.